ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജെൻസ് പാൻറ് എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ നോക്കാം. ക്ലോത്തിൻ്റെ രണ്ട് സൈഡിലുള്ള കരവശങ്ങളുണ്ടല്ലോ, അത് രണ്ടും ചേർത്ത് വെച്ച് ആ ഭാഗം ഫോൾഡ് വരുന്ന രീതിയിലാണ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ക്ലോത്ത് ലെങ്ത് വൈസിൽ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കണം. അരയിഞ്ചിൽ നമ്മൾ ക്ലോത്തിൻ്റെ കട്ടിങ് കറക്റ്റ് ആവുന്ന രീതിയിൽ 90 ഡിഗ്രിയിൽ ഒരു ലൈൻ ഇവിടെ വരച്ചു കൊടുക്കാം. ഇനി ഈ ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഓരോ മെഷർമെൻറ്റ്സും ഡ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. നെക്സ്റ്റ് ഇനി നമുക്ക് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത്ത് ഇതിലേക്ക് അടയാളപ്പെടുത്തിയെടുക്കുക. അപ്പോൾ ഫുൾ ലെങ്ത്ത് എൻ്റെത് വരുന്നത് 34 ആണ്. ഞാനിവിടെ ഫുൾ ലെങ്ത്ത് എടുക്കുന്നത്, അതവിടെ മാർക്ക് ചെയ്യുക. പിന്നെ ഒരു 2 ഇഞ്ച് ടേണിങ്ങിന് വേണ്ടിയിട്ട്, അതായത് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ക്രോച്ച് ഡെപ്ത്ത് കാണണം. ക്രോച്ച് ഡെപ്ത്ത് കാണാൻ നമുക്ക് 1/4 സീറ്റ് മെഷർമെൻറ്റ്, സീറ്റിൻ്റെ റൗണ്ട് മെഷർമെൻറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്രയാണോ അതാണ് ഇവിടെ ക്രോച്ച് ഡെപ്ത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ എടുത്തത് 40 ആണ് സീറ്റ് ഉള്ളത്. അപ്പോൾ 40യുടെ 1/4 വരുമ്പോൾ 10 ഇഞ്ച് വരും. അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ക്രോച്ച് ഡെപ്ത്തായി, ഫുൾ ലെങ്ത്തായി. ഇനി നമുക്ക് നീ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. ഇവിടെ നീ ലെങ്ത്ത് കാണാൻ വേണ്ടിയിട്ട് ക്രോച്ച് ഡെപ്ത്തിൻ്റെയും ഫുൾ ലെങ്ത്തിൻ്റെയും ഡിസ്റ്റൻസ് എത്ര വരുന്നത് നോക്കുക ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ 24 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മിഡ് പോയിൻറ്റ്, അതായത് 24ൻ്റെ മിഡ് പോയിൻറ്റ് 12ന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്യുക. അപ്പോൾ 10 ഇഞ്ച്, അതാണ് അവിടുത്തെ മെഷർമെൻറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ കിട്ടിയ ഈ അളവുകളൊക്കെ നമുക്ക് വിഡ്ത്ത് മെഷർമെൻറ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചെടുക്കാം. ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമുക്കിവിടെ ഈ ക്രോച്ച് ഡെപ്ത്തിൻ്റെ 1/3 മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് 10 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ 1/3 വരുമ്പോൾ 3 പോയിൻറ്റ് സംതിങ് വരും. അപ്പോൾ അത് അവിടെ നമുക്ക് സീറ്റിൻ്റെ ഡെപ്ത്ത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മെഷർമെൻറ്റ് ഇവിടെ കൊടുക്കുക. ജസ്റ്റ് നമുക്ക് ഫ്ലൈൻ്റെ ആ ഒരു ലെങ്ത്ത് എത്രയാണ് വരുന്നതെന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സീറ്റ് ഡെപ്ത്ത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി വിഡ്ത്തിലുള്ള മെഷർമെൻറ്റ്സ് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇവിടെ ഒരു ക്രോച്ച് ഡെപ്ത്തിൽ, ക്രോച്ച് ലെവലിൽ ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് വിടുന്നുണ്ട്. നമുക്ക് ഈ ഒരു കരവശം കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 1/4 ഹിപ്പ്, മാർക്ക് ചെയ്യുക. പിന്നെ അതിലേക്ക് 1.5 ഇഞ്ച് ലൂസിന് വേണ്ടിയിട്ടും ക്രോച്ച് ഡെപ്ത്തിന് വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇവിടെ 1/4 ഹിപ്പ് പ്ലസ് 1.5 ഇഞ്ച്, അതാണ് ഇവിടെ വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ക്രോച്ചിൻ്റെ ഡെപ്ത്ത് 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡ് പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്യാം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ ഒരു പോയിൻറ്റിൻ്റെ രണ്ടിൻ്റെയും മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ടോട്ടൽ 13 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 6.5 ഇഞ്ച് വരും. ആറര ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ അളവ് നമുക്ക് ഇവിടുന്ന് ഈ
കരവശത്തോട് എത്രയാണ് വരുന്നത് അത് ഓരോ ഭാഗത്തും ഓരോ ലൈനിലും ഇതുപോലെ മാർക്ക് ചെയ്യാം. 7.25 വരുന്നത്. കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നീ ലെവലിലും മാർക്ക് ചെയ്യുക, പിന്നെ ഫുൾ ലെങ്ത്തിൻ്റെ ലെവലിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഓരോ പോയിന്റുകളും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുക. നെക്സ്റ്റ് ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ വേസ്റ്റ് ലൈനിൽ നമുക്ക് 1/4 വേസ്റ്റ് പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് അതും കൂടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 32 ആണ് വേസ്റ്റ് വരുന്നത്. അപ്പോൾ 1/4 വരുമ്പോൾ 8 ഇഞ്ച് പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 8.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു പോയിൻറ്റും നമുക്ക് ഇവിടെ വേസ്റ്റ് ലൈനിൽ കിട്ടിയ ഈ ഒരു പോയിൻറ്റും നമ്മൾ ക്രോച്ച് ഡെപ്തിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അവിടേക്ക് വരച്ചു കൊടുക്കുക. ഇനി ഈ ഒരു ലൈനിലും 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് രണ്ടും ഇതുപോലെ കർവ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുക. ഈ ഒരു ഭാഗവും ഇതുപോലെ ഹിപ്പ് കർവ് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഒരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് 1/2 ഇഞ്ച് ഇവിടുന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി ഈ ഒരു ഭാഗത്ത് നീ റൗണ്ട്, മൊത്തത്തിൽ നീ റൗണ്ട് എത്രയാണോ വരുന്നത് അതിൻ്റെ ഹാഫ് എടുക്കുക. അതിൻ്റെ ഹാഫ് 2 വശത്തേക്കും ഈക്വലായിട്ട് മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 16 ഇഞ്ചാണ് നീ റൗണ്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 8 ഇഞ്ച് വരും അല്ലേ. ആ 8 ഇഞ്ചിനെ 2 ഭാഗത്തേക്കും ഈക്വലായിട്ട്, അതായത് 4 ഇഞ്ച് ഇവിടെയും 4 ഇഞ്ച് ഇവിടെയും അങ്ങനെ വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 വശത്തേക്കും 4 ഇഞ്ച് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ 2 വശത്തേക്കും. ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഇവിടെ ആംഗിൾ റൗണ്ടും കൊടുക്കേണ്ടത്. ആംഗിൾ റൗണ്ട് അതായത് ആംഗിളിനെ മൊത്തത്തിൽ ചുറ്റിയിട്ടുള്ള റൗണ്ട് മെഷർമെൻ്റ് എടുക്കുക. അതിൻ്റെ ഹാഫ് 2 ഭാഗത്തേക്കും ഈക്വലായിട്ട്, ഈ ഒരു ലൈനിൻ്റെ 2 ഭാഗത്തേക്കും ഈക്വലായിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ 13 ഇഞ്ചാണ് ആംഗിൾ വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഭാഗത്തേക്കും 3.5 ഇഞ്ച് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്യണം. ഇതാണ് ഇവിടുത്തെ മെഷർമെൻറ്റ്. ഇനി നമുക്ക് ഇത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇവിടെ ഷേപ്പ് ചെയ്യുമ്പോൾ കർവ് സ്കെയില് ഇതുപോലെ ഉൾഭാഗത്തേക്ക് വെച്ചിട്ട്, കർവ് വരുന്ന ഭാഗം ഉൾഭാഗത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇവിടുന്ന് അങ്ങോട്ട് സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. കർവ് കൊടുക്കരുത്, ഇവിടെ സ്ട്രൈറ്റായിട്ട് ലൈന് കൊടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക് നേരെ കൊടുക്കുക. ഇവിടെ വരയ്ക്കുന്ന സമയത്തും സ്കെയില് ഇതുപോലെ ഉൾഭാഗത്തേക്ക് കർവ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ ഭാഗത്ത് സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. പിന്നെ ഈ ഭാഗത്ത് നമ്മൾ ക്രോച്ചിൻ്റെ ആ ഭാഗം വരുന്ന ഭാഗത്ത് സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കരുത്, ചെറിയൊരു 1/4 ഇഞ്ചിൽ ചെരിച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഇനി നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കുക. ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക.
ഇതുപോലെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ഒരു എക്സ്ട്രാ വരുന്ന പീസ് ഇതുപോലെ എടുക്കുക. ഇതിനിങ്ങനെ നിവർത്തി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഫ്രണ്ട് പീസ് ഇതുപോലെ ഇതിൽ പ്ലേസ് ചെയ്യാം. ഇനി ഈ ഒരു പീസ് കറക്റ്റ് നമ്മൾ ഈ ഒരു വെച്ചത് സ്ട്രൈറ്റ് ലൈൻ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് മൊത്തത്തിൽ എത്ര വരുന്നത് 6.5 ഇഞ്ച് വരുന്നുണ്ട്. ആ 6.5 ഇഞ്ച് ഈ ലൈനിൽ നിന്ന് വരുന്ന രീതിയിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എല്ലാ ലൈനിലും ഒരേപോലെ 6.5 ഇഞ്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്താലാണ് നമുക്ക് ഈ ലൈന് കറക്റ്റായിട്ട് കിട്ടുക. ഇനി നമുക്ക് ഇതിൽ ബാക്ക് പീസ് എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ നോക്കാം. ഇവിടെ ഫ്രണ്ട് പീസിനേക്കാളും 1.5 ഇഞ്ച് ഇവിടെ മുകളിലേക്ക് മാർക്ക് ചെയ്തെടുക്കുക. 1.5 ഇഞ്ച് ഇവിടെ ഫ്രണ്ട് പീസ് ഇവിടെയാണ്. 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ ഒരു ലൈനിനെ ഇതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു പോയിൻ്റ് 1 ഇഞ്ച് വിട്ടിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് 1/4 വേസ്റ്റ് മാർക്ക് ചെയ്യുക. ഡാർട്ട് പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവിടെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 8 ഇഞ്ചാണ് വേസ്റ്റ് വരുന്നത്. പിന്നെ 1 ഇഞ്ച് ഡാർട്ടിന് വേണ്ടിയിട്ട് കൊടുക്കുക. ഈ ഒരു പോയിൻ്റ് നമ്മളെ ഫ്രണ്ട് പീസിലുള്ള ക്രോച്ചിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്തെടുക്കുക. ഈ ഓരോ ക്രോച്ച് ലെവൽ നമുക്ക് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് ബാക്ക് പീസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചെടുക്കാം. അതുപോലെ നീ ലെവൽ നമുക്ക് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചെടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഫുൾ ലെങ്ത്ത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചെടുക്കാം. ഈ ഒരു ഭാഗം ഇതുപോലെ വരച്ചെടുക്കാം. ക്രോച്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് 3 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തെടുക്കാം. ബാക്ക് പീസിൽ 3 ഇഞ്ച് ക്രോച്ചിന് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ 3 ഇഞ്ചിലാണല്ലോ ഇവിടെ ഷേപ്പ് ചെയ്ത് ഇവിടേക്ക് എത്രയാണോ ഡെപ്ത് കൊടുക്കുന്നത് അത്ര തന്നെ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് അങ്ങോട്ടാണ് ലെവലിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ബാക്ക് പീസിൽ 1/2 ഇഞ്ച് താഴേക്ക് ഇറക്കിയിട്ട് വേണം ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ. ഈ ഷേപ്പ് ഇങ്ങനെ പോകേണ്ടത് 1/2 ഇഞ്ചിലാണ് ബാക്കിൽ ക്രോച്ച് ലെവൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഈ ഓരോ ഭാഗത്തും ഫ്രണ്ട് പീസിൽ നിന്നും 2 ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുക. 2 ഇഞ്ച് ഓരോ ഭാഗത്തും ഇതുപോലെ ഫ്രണ്ട് പീസിനേക്കാളും 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് ബാക്ക് പീസ് എങ്ങനെയാണോ നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചിരുന്നത് അതുപോലെ തന്നെ ഇതുപോലെ കർവ് സ്കെയിൽ ഉൾഭാഗത്തേക്ക് കർവ് വരുന്ന രീതിയിൽ ഇവിടെ ഫ്രണ്ട് പീസിൽ എത്രയാണോ ചെരിവ് കൊടുത്തത് അത്ര തന്നെ ബാക്ക് പീസിലും കൊടുക്കുക. പിന്നെ ഈ ഒരു വശം ഇത് ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു പീസ് നമ്മൾ ഫ്രണ്ട് പീസ് എങ്ങനെയാണോ ഉള്ളത് സെയിം രീതിയിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കുക. ഇതാണ് ബാക്ക് പീസിൻ്റെ കട്ടിങ് വരുന്നത്. ഇത് വേഗം കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ 2 ഇഞ്ച് എക്സ്ട്രാ 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് ഇതുപോലെ ക്രോച്ചിലേക്ക് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യുക. അത് നമുക്ക് എക്സ്ട്രാ ഇന്നിലേക്ക് വേണ്ടി വിടുന്നതാണ്. അതായത് വേസ്റ്റിൻ്റെ അവിടെ നമുക്ക് ഷേപ്പ് ചെയ്യുക, അതായത് വേസ്റ്റ് ബാൻഡ് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ
ആ ഒരു മെഷർമെൻറ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു മെഷർമെൻറ്റാണ്. ഇതിലൂടെയാണ് സ്റ്റിച്ചിങ് ലൈൻ വരേണ്ടത്. അപ്പോൾ അതുപോലെ നോച്ചസ് ഇട്ടുകൊണ്ട് നമുക്കിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യുക. ഇത് നമുക്ക് വേസ്റ്റ് ബാൻഡ് അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിക്കാം എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളത്. ഇവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ബാക്ക് പീസ് ഓക്കെ ആയി. ഫ്രണ്ടിൽ നമുക്ക് പോക്കറ്റ് മാർക്ക് ചെയ്തെടുക്കാം. പോക്കറ്റിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് ഇവിടുന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ താഴേക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പാൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ഡ്രാഫ്റ്റിങ്ങും കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ഭാഗങ്ങൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ.